കുടിലബുദ്ധിയായ ഒരു ഈഡിപ്പസാണ് പരശുരാമനെന്നും ലേഖകനോട് എഴുതുന്നുണ്ട്. തുടർന്ന് നോക്കൂ. അദൃശ്യയായി മൂകയായി ഇല്ലാത്തതുപോലെ ജീവിച്ചു പോന്നവളായിരുന്നു ജമദഗ്നി മഹർഷിയുടെ പ്രിയപത്നി. കുലീനയായ ഏതു സ്ത്രീയെയും പോലെ ഒരിക്കൽ മധുമാസത്തിൽ കുയിൽ കൂകുന്ന കാന്താരത്തിൽ മലർ പൂത്തെഴുമാറ്റുവക്കത്ത് നിന്നെന്നമ്മ കുളിർക്ക നോക്കിക്കണ്ടാൾ പ്രേമലോലരായി നീന്തിക്കളിക്കും ഗന്ധർവ്വതൻ ജീവിതോത്സവത്തിന്. ബാലാമണിയമ്മയുടെ കവിതയിലെ വരികളാണ്. ഉള്ളിലെ സ്ത്രീ കെട്ടുപൊട്ടിക്കാനൊന്ന് കുതറിയോ, നെടുവീർപ്പിട്ടാളെന്നും കൈവരാത്തവയ്ക്കായി പിടയും കരളുമായി പിന്നെ ആശ്രമം പുക്കാൾ. കോൾമയിരണിഞ്ഞ ആ ശരീരത്തിൽ നിന്ന് ക്രാന്തദർശിയായ ജമദഗ്നി മഹർഷി അവൾ ചെയ്ത തെറ്റ് കണ്ടെത്തുന്നു. മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം എന്ന് വെന്തുകൊണ്ട് കുലത്തിൻ്റെ വിശുദ്ധിക്കായി ഈ പാപിയെ കൊല്ലുകെന്ന മഹർഷി മക്കളോട് കൽപ്പിക്കുന്നു. അവരിൽ പരശുരാമൻ മാത്രം അതിന് സന്നദ്ധനാവുന്നു. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ മഴുവാൽ അറ്റുവീഴുന്നു. പ്രീതനായ പിതാവ് ആവശ്യമുള്ള വരം ചോദിച്ചപ്പോൾ ഒരിക്കൽ കൂടി മാതൃഹത്യ ചെയ്യുകയാണ് പരശുരാമൻ. മുൻമട്ടിൽ പതിവ്രതയായി പാപിനിയായിട്ടല്ല എന്നമ്മ, സന്മതേ ഭവൽ സ്മൃതിയിൽ ജീവിക്കാവൂ എന്നാണ് കവിവാക്യം. അതൃപ്തയായി കൈവരാത്തവയ്ക്കായി എന്നും പിടയുന്നവളായി തൻ്റെ സത്യമായി ഭർത്താവിൻ്റെ സ്മരണയിൽ കഴിയാനുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് നിഷേധിക്കുന്നു. മൂർത്തമാം വിനയം പോലിരുന്നോരുടലായി അവൾ മരണശേഷവും അയാളുടെ സ്മൃതിയിൽ തുടരുന്നു. അയാളുടെ ഏകാന്തത്തിൽ ഒരപരാധബോധമാകാൻ പോലും തനിക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിലുള്ള തന്നെ മരണം പോലും അനാവരണം ചെയ്തില്ല. തന്നെ കൊന്നതിൻ്റെ വടുപോലും തന്നിൽ ശേഷിച്ചില്ല. ഭർത്തൃമനസ്സിൽ അവൾ കുലീനയായി തുടർന്നും വർത്തിച്ചു. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് വളർന്ന ആ മാതൃഹന്താവ് ഒടുവിൽ പാപബോധം കുമിഞ്ഞുകൂടി തനിക്ക് തരണം ചെയ്യാനാവാത്തത്രയായപ്പോൾ അമ്മയെ അറുത്തിട്ട പരശു വലിച്ചെറിഞ്ഞു. അത് ചെന്നു വീണിടത്തോളം വളർന്ന ഭൂപ്രദേശമാണിത്, ഈ കേരളം. മഴുമുനയാൽ കരൾതോറും മുദ്രിതരൻ നാട്ടാർ എന്ന് ബാലാമണിയമ്മ പറയുന്നു. മുറിവേറ്റവർ എന്നല്ല, മുദ്രിതരായവർ എന്ന് കേവലമായൊരു ഐതിഹ്യമല്ല പരശുരാമ കഥ. ഓരോരുത്തരിലും വടുവായി തുടരുന്നൊരു സത്യമാണത്. ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്നത് പരശുരാമൻ തൻ്റെ അമ്മയെ കൊന്ന കഥയാണ്. ഒരിക്കൽ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പരശുരാമനും അമ്മയും പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയുമൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് വെള്ളമെടുക്കാൻ വേണ്ടി പുഴയിലേക്ക് പോയ പരശുരാമൻ്റെ അമ്മ, പുഴയിൽ വെള്ളമെടുക്കാൻ പോയ ആ അമ്മ അവിടെ കാട്ടിൽ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കാലത്ത് ആറ്റിൽ നീന്തി കളിക്കുന്ന ഗന്ധർവരെ കണ്ടു. കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു മോഹം തോന്നിപ്പോയി. മനസ്സിൽ മാത്രം, മറ്റൊന്നുമില്ല. അത് ദിവ്യദൃഷ്ടി കൊണ്ട് പരശുരാമൻ്റെ അച്ഛൻ മനസ്സിലാക്കുന്നു. കൈവരാത്തവയ്ക്കായി പിടയും കരളുമായി പിന്നെ ആശ്രമം പുക്കാൾ എന്നാണ് കവി എഴുതുന്നത്. ആ സ്ത്രീയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ക്രാന്തദർശിയായിട്ടുള്ള പരശുരാമൻ്റെ അച്ഛൻ മനസ്സിലാക്കുന്നു. നീതിസ്ഥിരൻ ക്രാന്തദൃക്ക് എന്നാണ് കവി അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. പറയുന്നു, മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം. നീ മനസ്സുകൊണ്ട് പാപം ചെയ്തിരിക്കുന്നു, നീ പാപിയായി തീർന്നിരിക്കുന്നു എന്ന് പരശുരാമൻ്റെ അമ്മയോട് ജമദഗ്നി മഹർഷി പറയുന്നു. അങ്ങനെയാണ് മക്കളോട് ഈ പാപിയെ കൊല്ലുക എന്ന് മഹർഷി പറഞ്ഞത്. അച്ഛനെ അനുസരിക്കാൻ വേണ്ടി പരശുരാമൻ മുന്നോട്ട് വരികയും അമ്മയെ കൊല്ലുകയും ചെയ്യുന്നു. കുലത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഈ പാപിയെ കൊല്ലേണ്ടത് എന്നാണ്
അച്ഛൻ പറഞ്ഞത്. സ്വതന്ത്രമായി ചിന്തിച്ച ആ മനസ്സിന് കിട്ടിയത് മരണമാണ്. അമ്മയെ കൊന്നു കഴിഞ്ഞിട്ട് അച്ഛൻ പരശുരാമനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ പരശുരാമൻ പറയുന്നതാണ്, മുൻമട്ടിൽ പവിത്രയായി പാപിനിയായിട്ടല്ല എന്നമ്മ സന്മതയെ ഭവൽ സ്മൃതിയിൽ ജീവിക്കാവൂ എന്നാണ്. അങ്ങയുടെ സ്മൃതിയിൽ എൻ്റെ അമ്മ പഴയ മട്ടിൽ മനസ്സുകൊണ്ട് പാപം ചെയ്യാത്ത സ്ത്രീയായിട്ട് പഴയ പോലെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഈ അമ്മയെക്കുറിച്ച്, ഇപ്പോൾ കൊല്ലപ്പെട്ട അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല അങ്ങ് മനസ്സിൽ വെക്കേണ്ടത് എന്ന് പരശുരാമൻ അച്ഛനോട് പറയുന്നു. ഇവിടെയാണ് ലേഖകൻ്റെ പ്രത്യേക പരാമർശം. പരശുരാമൻ ഇങ്ങനെ ഒരു വരം ചോദിക്കുന്നതോടു കൂടി, അച്ഛനോട് പറയുന്നതോടു കൂടി വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം മാതാവിനെ കൊല്ലുകയാണ്. അതിൻ്റെ അർത്ഥം വ്യക്തിത്വമുള്ള ഒരാളായിരിക്കാൻ സ്ത്രീക്ക് അവിടെയും സാധിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല എന്നാണ്. മരിച്ചു കഴിഞ്ഞ ആ സ്ത്രീയുടെ ഓർമ്മ അവൾ അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അല്ല വേണ്ടത്, പഴയ പോലെയാണ് വേണ്ടത് എന്നാണ് പരശുരാമൻ പറഞ്ഞത്. അതൃപ്തയായി കൈവരാത്തവയ്ക്കായി എന്നും പിടയുന്നവളായി തൻ്റെ സത്യമായി ഭർത്താവിൻ്റെ സ്മരണയിൽ കഴിയാനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പഴയ പോലെ മൂർത്തമാം വിനയം പോലിരുന്നോരുടലായിട്ട് അവൾ ജീവിക്കണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ എന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീയുടെ അവസ്ഥ നമ്മുടെ പുരാണത്തിൽ പോലും ഇങ്ങനെയാണ് എന്നാണ് കൽപ്പറ്റനാരായണൻ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സ്ത്രീയെ, സ്ത്രീ മനസ്സിനെ, മനസ്സുള്ള സ്ത്രീയെ മരണം പോലും അനാവരണം ചെയ്തില്ല, മരണം പോലും വെളിച്ചത്ത് കൊണ്ടുവന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ വലിയ പാപം ചെയ്ത അമ്മയെ കൊന്ന പരശുരാമൻ വീണ്ടും ഒരുപാട് തെറ്റുകളിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ആ പരശു, ആ മഴു വലിച്ചെറിയുന്നു. അത് ചെന്ന് വീണ സ്ഥലത്ത് നിന്ന് അദ്ദേഹം നിന്ന ഇടം വരെയുള്ള സ്ഥലം, അതാണ് കേരളമായിട്ട് ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ബാലാമണി അമ്മ കേരളീയരോട് ഇങ്ങനെ പറയുന്നത്, മഴുമുനയാൽ കരൾ തോറും മുദ്രിതരൻ നാട്ടാറെന്ന്. കേരളത്തിലുള്ളവർ ആ മഴുമുന കൊണ്ട് മഴുമുനയുടെ മുദ്ര പേറുന്നവരാണ് കരളിൽ, ഹൃദയത്തിൽ എന്ന്. ഓരോരുത്തരിലും വടുവായി തുടരുന്നൊരു സത്യമാണത്. മലയാളിയുടെ തന്മ. സമൂഹം സ്ത്രീയെ എങ്ങനെ നിത്യവും തടയുന്നു, ഇല്ലാതാക്കുന്നു, അതിലെ ഹിംസയുടെ അനാദ്യന്തമായ കഥ. ചിരഞ്ജീവിയാണ് പരശുരാമൻ എന്ന സങ്കല്പത്തിൻ്റെ പൊരുൾ പരതുകയായിരുന്നു സ്വന്തം സ്ത്രീ സ്വത്വം ഉപയോഗിച്ച് ബാലാമണിയമ്മ. മഴുവിൻ്റെ കഥ എന്ന കവിതയെ കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് കൽപ്പറ്റ നാരായണൻ. അച്ഛാ നെറികെട്ടവനെ, ഞാൻ നിന്നിലൂടെ, ഡാഡി ഡാഡി യു ബാസ്റ്റേഡ്, ഐ ആം ത്രൂ എന്ന് സിൽവിയ പ്ലാത്ത്. ഇങ്ങനെ നാം തുടരുന്ന ജീവിതത്തിൻ്റെ പൊരുൾ, ചരിത്രം സ്ഥൂലമായ വസ്തുതകളുടെ വിവരണം, അതിലെവിടെ പരശുരാമൻ? മിത്തോളജി ഭാവനയോടെ വായിച്ചാൽ അതിലതാ നമ്മളിലൊക്കെ കൈകാലുകളുള്ള പരശുരാമൻ, നമ്മൾ കരൾതോറും മുദ്രിതരായ പരശുരാമന്മാർ. ഇവിടെ വെറും ഒരു പഴങ്കഥയായിട്ടല്ല, വെറും ഒരു മിത്തായിട്ട് വായിക്കുകയല്ല, അത് ഭാവനയോടെ വായിക്കണം. ഭാവനയോടെ വായിക്കുമ്പോഴാണ് ആ പരശുരാമൻ നമ്മളായിട്ട് മാറുന്നത്. തുടർന്ന് ലേഖനത്തിൻ്റെ മറ്റ് ഭാഗം നോക്കൂ. മാധവിക്കുട്ടിയുടെ ഏത് കഥയോളവും കമലാദാസിൻ്റെ ഏത് കവിതയോളവും തീവ്രവും അവയേക്കാൾ അകക്കടുപ്പം കൂടുതലുമുള്ളതാണ് പ്രത്യക്ഷത്തിൽ പരമശാന്തമായി മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ ആയി മലയാള മനസ്സിൽ ഒളിച്ചു വസിച്ച ബാലാമണി അമ്മയുടെ ഇക്കാവ്യം. മാധവിക്കുട്ടി തന്നെയാണ് കമലാദാസ് എന്നും, കമലാദാസ് മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ
കവിതകൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പേരാണെന്നും മാധവിക്കുട്ടി എന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകാരിയാണെന്നും ഒക്കെ നമുക്കറിയാം. ഈ മാധവിക്കുട്ടിയുടെ അമ്മയാണ് ബാലാമണി അമ്മ. മാധവിക്കുട്ടിയുടെ കഥകളിലും കവിതകളിലുമൊക്കെ ഉള്ളതിനേക്കാൾ കാമ്പുള്ള രചനയാണ്, കവിതയാണ് ബാലാമണി അമ്മയുടേത് എന്നാണ് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇക്കാവ്യം, മഴുവിൻ്റെ കഥ. ആ കവിത തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? മുഖശാന്തമാം മഹേന്ദ്രാചല ശിഖരത്തിൽ ഏകനായി ദൂരത്തേക്ക് നോക്കി ഞാൻ ഇരിക്കുന്നു എന്ന് പരശുരാമൻ തൻ്റെ ജീവിതം ഓർത്തെടുക്കുകയാണ് ഇവിടെ. മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല, അതുപോലിരുന്നവൾ എന്നാണ് ബാലാമണി അമ്മ ജമദഗ്നി പത്നിയെ സൂക്ഷ്മമായി ആവിഷ്കരിച്ചത്. എന്നും കൈവരാത്തവർക്കായി പിടയും കരൾ എന്നും. മാധവിക്കുട്ടിയുടെ പ്രശസ്ത കഥയായ കോലാട്, നെയ്പ്പായസം, മീനാക്ഷിയെടത്തി എന്നീ കഥകളേക്കാൾ കുറവല്ല ബാലാമണി അമ്മയുടെ വേലക്കാരി ഉണ്ടാക്കുന്ന അസ്വസ്ഥത. കുരങ്ങനെ പെറ്റ മാൻപേടയുടെ പരിഭ്രമം അമ്മയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന മാധവിക്കുട്ടിയുടെ വാക്യത്തെ പല അർത്ഥത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പരിണാമ ശൃംഖലയിൽ മാനിനും ശേഷമാണല്ലോ കുരങ്ങ്. കൂടുതൽ സങ്കീർണതയും കെൽപ്പും കുരങ്ങനാണല്ലോ. ആ വാക്യത്തിൽ ആത്മനിന്ദയോ അഭിമാനമോ എന്ന രസവും ഞാൻ രസിച്ചിട്ടുണ്ട്. സ്ഥായിയായ അദൃശ്യതയോട് സദാ പോരാടി ദൃശ്യയാവാൻ സർവാഭരണങ്ങൾ അണിഞ്ഞ്, പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്, വളകളണിഞ്ഞും മനസ്സിൽ ചോരപ്പാടുകൾ വീഴ്ത്തുന്നത്ര തീവ്രമായ കാവ്യബിംബങ്ങളുള്ള രചനകളെഴുതി അലോസരപ്പെടുത്തുന്ന ജന്മങ്ങൾ താൻ ജീവിച്ചിരുന്നതായി ആത്മകഥകളെഴുതി യാഥാസ്ഥിതിക മനസ്സിനെ ബേജാറാക്കുന്ന തീരുമാനങ്ങളെടുത്ത് അരക്ഷിതയാവാൻ എന്നും ധീരത കാട്ടിയ കമലയെപ്പറ്റത് മഴുവിൻ്റെ കഥയും വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന വാക്യം ആന്തരിക ചൈതന്യമായി നിരവധി കവിതകളും എഴുതിയ ബാലാമണി അമ്മ തന്നെയെന്നും അവരുടെ കണ്ണിലൊരു പരിഭ്രമവും സൃഷ്ടിക്കാൻ കമലയ്ക്ക് ആയിട്ടുണ്ടാവില്ലെന്നും ഞാൻ കരുതുന്നു. ഇവിടെ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക്, ഒരു നിരൂപകൻ എന്ന നിലയ്ക്ക് ബാലാമണി അമ്മയുടെ കവിതകളും ബാലാമണി അമ്മയുടെ മകളായ മാധവിക്കുട്ടിയുടെ കൃതികളും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ലേഖകൻ ചില നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. മാധവിക്കുട്ടി തന്നെയാണ് സർവാഭരണങ്ങൾ അണിയുന്നതും പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നതും വളകൾ അണിഞ്ഞ് ദൃശ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തത്. അതുപോലെ മനസ്സിൻ്റെ സങ്കടങ്ങളുള്ള കവിതകൾ എഴുതുന്നു. തീവ്രമായ കാവ്യബിംബങ്ങളുണ്ട് അവരുടെ രചനകളിൽ. തൻ്റെ കുടുംബത്തെയും തൻ്റെ ജനതയെയും ഒക്കെ അലോസരപ്പെടുത്തുന്ന എൻ്റെ കഥ എന്ന ആത്മകഥ എഴുതുന്നു. മാധവിക്കുട്ടിയുടെ ഈ സ്വാതന്ത്ര്യത്തിൽ, ഇടപെടലുകളിൽ, അതിൻ്റെ അബോധത്തിൽ ബാലാമണി അമ്മയുടെ ജീവിത ദർശനം ഉണ്ട് എന്ന സൂചനയാണ് ഇവിടെ കൽപ്പറ്റ നൽകുന്നത്. എന്നും കൈവരാത്തവയ്ക്കായി പിടയും കരൾ എന്നവർ സംക്ഷേപിച്ച സ്ത്രീ സ്വത്വം കമലയിലൂടെ സ്വാഭാവികമായി തുടരുകയായിരുന്നു. കമല മാരകമായി ജീവിച്ചു എന്ന് തറപ്പിച്ച് പറയാനാവാത്തതുപോലെ ബാലാമണിയമ്മ നിശബ്ദയായി ജീവിച്ചു എന്നും പറയാനാവില്ല. മൂർത്തമാം വിനയം പോലിരുന്നോരുടലിലെ ആ പോലെ കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ അതുപോലുള്ള അനവധി സൂക്ഷ്മതകളും. ഇവിടെ ബാലാമണിയമ്മയുടെ പ്രയോഗത്തെ പൊളിച്ചുകൊണ്ട് യഥാർത്ഥ മനുഷ്യനെ, പച്ചയായ സ്ത്രീയെ കാണിച്ചിരിക്കുകയാണ് കൽപ്പറ്റ നാരായണൻ. നോക്കൂ, മൂർത്തമാം വിനയം പോലിരുന്നോരുടലിലെ എന്ന പ്രയോഗം കുലസ്ത്രീ എന്നും കുലീന സ്ത്രീ എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ വിനയത്തിൻ്റെ ആൾരൂപമായിട്ട്, ലളിതയായിട്ട്, ലക്ഷ്മിയായിട്ടൊക്കെ മനസ്സിലാക്കുന്ന സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു നല്ല ശീലമായിട്ട് വിനയമുണ്ടാവുക എന്നതാണ് സാംസ്കാരികമായി നാം സൂക്ഷിക്കുന്ന ഒരു മൂല്യം. അതിനെ ഒന്ന് ഉലയ്ക്കുകയാണ് ഇവിടെ കൽപ്പറ്റ. മൂർത്തമാം വിനയമായിട്ടല്ല സ്ത്രീ ഇരുന്നത്, വിനയം പോലെയാണ്. ഇത് പരശുരാമൻ പറയുന്ന വാക്കുകളാണ്.
ഭൂവിലമ്മതൻ ശിരസ്സാ മുഖം സൗമ്യോധാരം മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ എന്നും പാർത്ഥിവ സുഖങ്ങൾക്കായി കേണോ എന്ന് തുടങ്ങുന്ന കാവ്യഭാഗം. അപ്പോൾ ഈ വാക്കുകളെ സൂക്ഷ്മമായിട്ട് അതിലെ പോലെ എന്ന വാക്കിൻ്റെ ചമത്കാര ഭംഗി, അതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ ഭംഗി, അതൊക്കെ ശരിക്കും നാം മനസ്സിലാക്കണമെന്നാണ് കൽപ്പറ്റ പറയുന്നത്. പക്ഷേ ബാലാമണി അമ്മയുടെ കാവ്യങ്ങൾ പരശുരാമൻ നിശബ്ദമാക്കി, കുലീനമാക്കി എന്ന് കാണാതിരുന്നുകൂടാ. നീ തപ്പുകൊട്ടി ഒപ്പം നടക്കുക ഇടിവെട്ടെ എന്ന് പറഞ്ഞ കവിയെ അവർ ലഘുവാക്കി, മൃദുവാക്കി. ആശാനും വൈലോപ്പിള്ളിക്കും ഇടശ്ശേരിക്കും അക്കിത്തത്തിനുമൊപ്പം പരിഗണന അർഹിക്കുന്നുണ്ട് ബാലാമണി അമ്മ. പക്ഷേ ജമദഗ്നി മഹർഷിയിൽ നിന്ന് പരശുരാമൻ നേടിയ ആ വരത്തിൻ്റെ പ്രഭാവത്താലാവാം മാതൃത്വത്തിൻ്റെ അകളങ്ക പുഷ്പങ്ങൾ മാത്രം വിരിയിച്ച മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയാക്കി അവരെ മലയാളി ലളിതമാക്കി, ലഘുവും. കാവ്യചർച്ചകളിൽ ബാലാമണി അമ്മ അദൃശ്യയായി. ആരോ കൈ ചൂണ്ടിയിടത്തേക്ക് ഒരുമിച്ചു നീങ്ങി തോണിമുക്കുന്ന പ്രവണതയുള്ള മലയാളി വിശ്വദർശനങ്ങളെക്കാൾ സങ്കീർണമായ, ദാർശനികമായ, അപൂർവമായ മഴുവിൻ്റെ കഥയും വിഭീഷണനും വിശ്വാമിത്രനും ഒന്നും കണ്ടതേയില്ല. ഇവിടെ എങ്ങനെയാണ് സാഹിത്യത്തിലും പുരുഷാധിപത്യം സ്ത്രീയെ അദൃശ്യയാക്കി മാറ്റുന്നത് എന്നതിന് ഉദാഹരണമായി ബാലാമണി അമ്മയെ ഒതുക്കിയത്, ബാലാമണി അമ്മയെ കാവ്യചരിത്രത്തിൽ അദൃശ്യയാക്കിയത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ കാവ്യചിന്തകളിൽ അദൃശ്യയാക്കിയത് എങ്ങനെയാണെന്ന് കൽപ്പറ്റ നാരായണൻ പറയുകയാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം മഹത്തരമായി കൊണ്ടാടുമ്പോൾ ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥയും വിഭീഷണനും വിശ്വാമിത്രനും ഒന്നും നാം കാണാതെ പോകുന്നു എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. ആശാനും വൈലോപ്പിള്ളിക്കും ഇടശ്ശേരിക്കുമൊക്കെ ഒപ്പം നിൽക്കേണ്ട, അക്കിത്തത്തിനുമൊക്കെ ഒപ്പം പരിഗണന കൊടുക്കേണ്ട ഒരു കവിയാണ് ബാലാമണി അമ്മ എന്നും, കവിതയിൽ അവർ കലാപം നടത്തിയിട്ടുണ്ട്, കവിതയിൽ അവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ബാലാമണിയമ്മ പക്ഷേ ഈ ദരിദ്ര കേരളത്തെ സുവ്യക്തമായി കണ്ടിരുന്നു. നീലവാനിനു കീഴെ പച്ചനാക്കില വെച്ച പോലെയുള്ള ഈ നാടിൻ്റെ ബാഹ്യമോടി മാത്രമല്ല, തീരാതൃഷ്ണയും അവർ കണ്ടിരുന്നു. വിളമ്പുന്നവരെയും കാത്ത് ഇലയിട്ടിരിക്കുകയല്ലേ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്നെന്നും നാം. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമായി ബാലാമണി അമ്മയുടെ കവിതകൾ എടുത്തു കാട്ടുമ്പോൾ മുന്തിയതാണെൻ്റെ രുചിയെന്ന് അഹങ്കരിക്കുക മാത്രമല്ല, മലയാളികൾക്കെല്ലാം വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് ഞാൻ. ബാലാമണി അമ്മയോട് ചെയ്ത ഈ അവഗണനയ്ക്ക് ഒരു പ്രായശ്ചിത്തം ഇവിടെ ലേഖകൻ ചെയ്യുകയാണ് ഈ ലേഖനത്തിലൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോമന കയ്യുകൾ എന്ന വരി മറ്റർത്ഥങ്ങളിലും വാസ്തവമാകണ്ടേ? ഉറവിടം മാറി മാറി വളരുന്ന ഒരു ഊർജ്ജസ്വലതയല്ലേ കവിത? സാഹിത്യാസ്വാദകർക്ക്, മലയാള വായനക്കാർക്ക് പുതിയൊരു ദിശാബോധം നൽകിക്കൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. കാരണം കവിത ഒരു വായനയ്ക്ക് മാത്രമുള്ളതല്ല, അതിന് പലതരത്തിലുള്ള വായനകളുണ്ട്. മഴുവിൻ്റെ കഥ കൽപ്പറ്റ നാരായണൻ വായിച്ചതുപോലെയല്ല ഒരുപക്ഷെ നാം വായിക്കുക. എന്നാൽ ലേഖകൻ നമുക്ക് കാണിച്ചു തന്ന ഒരു വീക്ഷണകോണിൽ നാം ആ കവിതയെ കാണുമ്പോൾ അത് കൂടുതൽ ജീവസുറ്റ ഒരു കവിതയായിട്ട് മാറുന്നു. അതോടൊപ്പം ആ കവിതയിൽ സ്ത്രീ അടയാളപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നും, അതിൽ അടയാളപ്പെടുത്തിയതിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എന്നും, സ്ത്രീകളെ ഇപ്പോഴും ഇതുപോലെ ദൃശ്യപ്പെടാൻ സമ്മതിക്കാത്ത ഒരു സമൂഹമാണോ നാം എന്നും ഒക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ചർച്ചയ്ക്കും കൂടുതൽ ആലോചനകൾക്കും ഒക്കെ വഴിവെച്ചുകൊണ്ട് തൽക്കാലം നമുക്കിന്ന് നിർത്താം. നന്ദി.